ആ ഒരു ചിരിയിലേക്ക് നമ്മുടെ ലോകം ചുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതുറപ്പായി നമ്മുടെ മക്കളുടെ ചിരിയായിരിക്കും. ഇപ്പോൾ ഇനി അങ്ങോട്ട് നമുക്കായിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് ഇല്ലല്ലോ. അവരുടെ ഡേ ഇൻ മൈ ലൈഫ് എന്താണോ അതിനൊപ്പം തുഴയാണ് നമ്മൾ ചെയ്യാറ്. ഇനി ആ കേശുവിൻ്റെ സ്കൂൾ ലൈഫും കാര്യങ്ങളൊക്കെ ആയിരിക്കും എനിക്കിനി അങ്ങോട്ട് കാണിക്കാനായിട്ടുണ്ടാവുന്നത്. കാരണം അവൻ തന്നെയാണ് നമ്മുടെ ലോകം. അവനില്ലാണ്ടൊരു ലോകം നമുക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് വ്ളോഗെല്ലാം കേശുവിൻ്റെ സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി എൻ്റെ പഴയ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇല്ലേ, അതെനിക്ക് ഒരാഴ്ച എടുക്കും ഒന്ന് തിരിച്ചു കൊണ്ട് വരാനായിട്ട്. ഞങ്ങളും അതിലോട്ടൊന്നും ഇഴുകിച്ചേരണമല്ലോ. കാരണം നമ്മൾ രണ്ടാളും കൂടെയാണ് മോനെ സ്കൂളിൽ കൊണ്ട് ആക്കണതും സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരണതും എല്ലാം. അപ്പോൾ ഇനി എനിക്ക് എൻ്റെ ഒരു പഴയ ഒരു ഡേ ഇൻ മൈ ലൈഫ് രാവിലെ കാപ്പി ഉണ്ടാക്കി ചോറുണ്ടാക്കി അതിന് ഇനിയൊരു കുറച്ച് സമയം എനിക്ക് വേണ്ടി വരും എൻ്റെ ആ പഴയ ലൈഫിലോട്ടൊന്ന് തിരിച്ചു വരാനായിട്ട്. അപ്പോൾ അതുപോലെ ഒരു നല്ലൊരു ദിവസത്തിലേക്ക്, എൻ്റെ ഒരു നല്ല ദിവസത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. രാവിലെ എഴുന്നേറ്റ് കുളിയും വിളക്ക് കത്തിക്കലും ഒക്കെ കഴിഞ്ഞ്, പക്ഷേ എനിക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. 8 മണിയാകുമ്പോൾ കേശുവിനെ സ്കൂളിൽ വിടണം. അപ്പോൾ അതിനു മുന്നേ അവനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കണ്ടേ. കുറച്ച് സമയം അവൻ്റെ കൂടെ നടന്നാൽ മാത്രമേ ആൾ പല്ലൊക്കെ തേച്ച് ഒക്കെ റെഡി ആവുള്ളൂ. പിന്നെ എനിക്കിപ്പോൾ ആ കാര്യങ്ങളൊന്നും അധികം ശ്രദ്ധിക്കേണ്ട. കേശുവിനെ ഉണർത്തണതും അവനെ പല്ല് തേപ്പിക്കണതും യൂണിഫോം ഇട്ട് കൊടുക്കണതും എല്ലാം അവൻ്റെ അച്ഛൻ തന്നെയാണ്. അപ്പോൾ ചേട്ടൻ അത് നന്നായിട്ട് ആസ്വദിക്കുന്നതുകൊണ്ട് ആ സമയത്ത് ഞാനും അമ്മയും കിച്ചണിലായിരിക്കും. അപ്പോൾ ഇന്ന് മോൻ എന്തെങ്കിലും സ്നാക്സ് കൊടുത്ത് വിടണമല്ലോ. അങ്ങനെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് രാവിലെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ തലേ ദിവസം തന്നെ കോളിഫ്ലവറൊക്കെ വാങ്ങി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം അതിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം. വെന്തതിന് ശേഷം മാത്രമേ നമ്മളത് ഫ്രൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇതാ മോന് കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ അവിടെ റെഡിയായി. അതിനൊന്ന് തണുപ്പിക്കാനൊക്കെ ഒഴിച്ച് വെച്ചപ്പോഴേക്ക് നമ്മുടെ കോളിഫ്ലവർ വെന്ത് ഞാൻ അതിനെല്ലാം ആ പാത്രത്തിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മാവും പിന്നെ കുറച്ച് നമ്മുടെ ഇതുണ്ടല്ലോ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ആ വിസ്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് സത്യത്തിൽ ഞാൻ ഈ കോളിഫ്ലവർ ഇതുപോലെയുള്ള ക്രിസ്പി ആയിട്ടൊക്കെ ഫ്രൈ ചെയ്യണത് ഇപ്പോഴാണ്. അല്ലാണ്ട് നമ്മളിപ്പോൾ കറി വയ്ക്കാനായിട്ട് മാത്രമേ അങ്ങനെ എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് ആ ഒരു മാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിൽ വല്ല കുഴപ്പമുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ മാവിട്ട് കൊടുക്കണം. ഞാൻ എപ്പോഴും പറയുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ റെസിപ്പി പറഞ്ഞു തരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ കൈ കണക്കിലല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. ഞാൻ ആദ്യം മാവ് ഒന്ന് കലക്കി എടുത്തപ്പോഴേക്ക് കുറച്ച് ലൂസായി പോയതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ കുറച്ചൊന്ന് കട്ടിയാവണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് മാവും കൂടെ ഇട്ട് കൊടുത്ത് അതിനൊന്ന് കട്ടിക്കൊക്കെ ആക്കി എല്ലാം കൂടെ നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മോനായതുകൊണ്ട് അധികം ഇങ്ങനെ എരിവൊന്നും വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി തന്നെ ഇട്ടത്. അതാകുമ്പോൾ കുറച്ച് കളറും കൂടെയൊക്കെ കാണുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് മാവും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് അതിനൊന്ന് തിക്കാക്കി എടുക്കുകയാണ്. അത് തിക്ക് കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി അതിന് നല്ലതുപോലെ ഒന്ന് റെഡി ആക്കിയിട്ട് ഇനി അതിനെ പൊരിച്ചെടുക്കണം. അപ്പോഴേക്ക് കേശുവിനെ അവിടെ ഉണർത്തിയെടുത്ത് അവൻ്റെ അച്ഛൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എണ്ണ നല്ല വെട്ടി തിളയ്ക്കുന്ന രീതിയിൽ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് പിന്നെ റവ ഉണ്ടെങ്കിൽ റവയും കൂടെ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ ക്രിസ്പി ആയിരിക്കും. റവയോ അരിമാവോ എന്തായാലും എനിക്ക് ഈ 2 സംഭവം വീട്ടിലില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. ഇനി അതിന് നല്ല കരിക്കാണ്ട് കോരിയെടുക്കണം. കേശുവിനെ സംബന്ധിച്ച് രാത്രി ഉറങ്ങുമ്പോൾ 1 മണിയെങ്കിലും ആവും. അമ്മോൻ രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങാറേയില്ല. എത്ര പറഞ്ഞാലും കേൾക്കില്ല. നമ്മളെപ്പോഴാണോ ഉറങ്ങുന്നത് ആ സമയം വരെ അവനും ഇരിക്കും. പിന്നെ ഇപ്പോൾ എങ്ങനെയെങ്കിലും അടിച്ചുറക്കുകയാണ്. പക്ഷേ എങ്ങനെയൊക്കെ ഉറങ്ങിയാലും രാവിലെ ഒരു വിളി വിളിക്കുമ്പോൾ തന്നെ ആശാൻ ഉണർന്നു വന്നോളും. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ എന്നാലും മോനിരുന്ന് ആ ഒരു ഉറക്ക ചടവുണ്ടല്ലോ അത് മാറില്ല. രാവിലെ എണീച്ച് 6 മണിയാകുമ്പോഴേക്ക് വിളിക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ് വരും. എണീച്ച് വന്നിട്ട് സോബയിൽ അവിടെ കുത്തിയിരുന്ന് ഉറങ്ങും. അത് കാണുമ്പോൾ പാവം തോന്നും. പിന്നെ ഞാൻ ചേട്ടനോട് പറയും കുറച്ച് നേരം കൂടെ ഉറങ്ങട്ടെ, 7 മണിയാകുമ്പോഴേക്ക് ഉണർത്തിയെടുക്കാമെന്ന്. പക്ഷേ നമ്മൾ ഉറങ്ങുമ്പോൾ ഒരു സമയം ആവണത് കൊണ്ടാണ് കേശു ഉറങ്ങാത്തത്. ഇനി നമ്മൾ നേരത്തെ ഉറങ്ങാനായിട്ട് ഒന്ന് ശ്രമിക്കണം. ഈ പറയും പോലെ മുന്നേക്ക് എനിക്ക് ഇപ്പോഴും വിചാരിക്കും ഒരു 9:30-10 മണി ആയാൽ അതിൻ്റെ അപ്പുറം ഞാൻ കണ്ടിട്ടേ ഇല്ല. പ്രത്യേകിച്ച് വീട്ടിലെ അമ്മ പറയും രാത്രി 9:30 മണി വരെ പഠിക്കണമെന്ന് പറയും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും 9:30 ആവണം, ബുക്ക് അടച്ച് വയ്ക്കണം, കിടന്നുറങ്ങണം. അതായിരുന്നു ശീലം. ഇപ്പോഴാ സമയത്ത് എത്ര സമയം എടുക്കും ഉറങ്ങാനൊക്കെ ആയിട്ട്.
അപ്പോഴേക്ക് ഇതാ എൻ്റെ കോളിഫ്ലവർ എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ ഇട്ടെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ പറയും പോലെ ചിപ്സ്, മിച്ചറ അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, അത് മാത്രം കൊടുത്തു വിടാനായിട്ട് ഒരു എന്തോ പോലെ തോന്നും. അപ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ട് അതിൻ്റെ സൈഡ് ഡിഷായിട്ട് അതൊക്കെ വെച്ച് കൊടുക്കാം. ഈ പിസ്തയും നട്ട്സും ബദാമും ഒക്കെ വാങ്ങിക്കൊണ്ട് വെച്ചിരുന്നതാണ്. കേശുവിനാണെങ്കിൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആളെന്ത് ചെയ്യുന്നത് വെച്ചാൽ കയറി ഇറങ്ങി അത് കഴിക്കും. അപ്പോൾ പിന്നെ കൊണ്ടുപോകാനായിട്ട് കാണൂല. അമ്മ അവിടെ രാവിലെ കാപ്പിക്കുള്ള മാവൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേശുവിൻ്റെ ഒഴിച്ച് വെച്ച വെള്ളമൊക്കെ തണുത്തിട്ടുണ്ട്, അതിന് കുപ്പിയിലാക്കണം. ഈ കുപ്പി നല്ല പണിയിട്ട്, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആദ്യം ശ്രദ്ധിച്ചില്ല, ഈ കുപ്പിക്ക് എന്താണെന്നോ ഒരു മൂടില്ല, അത് വെച്ചാൽ അവിടെ ഇരിക്കില്ല. അപ്പോൾ മോനിപ്പോൾ കൊണ്ടുപോയിട്ട് മോനിപ്പോൾ കഴിക്കാനൊക്കെ ആയിട്ട് കുപ്പി എടുത്ത് വയ്ക്കുമ്പോഴേക്കും അത് ഇരിക്കില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ എന്തോ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് കുപ്പി ഇപ്പോൾ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേറൊരു ബോട്ടിൽ വാങ്ങിയാലേ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ തൽക്കാലം അതിൽ വെള്ളം കളയണില്ല, എന്നാലും മോനത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ആൾ കുറച്ച് വെള്ളം കുടിക്കണമുള്ളൂ. അപ്പോൾ ഇനി 2 ദിവസത്തിനകത്ത് പുതിയ ബോട്ടിൽ വാങ്ങണം. അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകി എടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കേശുവിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്താണോ അതാണ് ഞങ്ങളുടെയും ഡേ ഇൻ മൈ ലൈഫ്. ഇപ്പോൾ നമ്മൾ അവനെയല്ല ലീഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നു, അവൻ നമ്മളെയാണ് ലീഡ് ചെയ്തുകൊണ്ട് പോകണത്. അത് ഞങ്ങളുടെ കാര്യം മാത്രമല്ല, എല്ലാ പേരൻസിൻ്റെ കാര്യം ഇത് തന്നെയാണ്. അപ്പോൾ ഇനി ആ ഒരു പഴയ ആ ഒരു ചിട്ടയിലോട്ടൊക്കെ ഒന്ന് വരാനായിട്ട് എനിക്കൊരു കുറച്ച് സമയം വേണം. അപ്പോൾ ഈ ഒരാഴ്ച അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് ഞാനും വിചാരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ 2 ആളും കൂടെയാണ് മോനെ കൊണ്ടാക്കണത്. ഈ ചേട്ടന് മാത്രം കൊണ്ടാക്കണ കാര്യമുള്ളൂ. പക്ഷേ അത് നമുക്ക് 2 ആൾക്കും മനസ്സ് വരണമല്ല. മോനെ കൊണ്ടാക്കുമ്പോൾ 2 ആളും കൊണ്ടാക്കണമെന്നൊരു മനസ്സ്. അപ്പോൾ ഇതാ നമ്മുടെ കോളിഫ്ലവറൊക്കെ റെഡിയായി. ഇനി അതിനെ പാത്രത്തിലാക്കിയിട്ട്, കേശുവിനാണെങ്കിൽ സോസ് എന്ന് വെച്ചാൽ ജീവനാണ്. ഒരുപാട് സോസ് കൊടുക്കാനും ഒരു മനസ്സില്ല. തക്കാളിക്ക് ഭയങ്കര വിലയില്ലെങ്കിൽ ഒരു സോസ് ഉണ്ടാക്കി നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇനി ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊടുത്തു വിടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് സംഭവം ഉണ്ടാക്കിയാലും കേശുവിനെ കാണിച്ചതിന് ശേഷം മാത്രമേ പാത്രത്തിലാക്കാറുള്ളൂ. അപ്പോൾ മോനെ കാണിച്ചു കൊടുത്ത്, മോനെ ഇന്ന് ഇതാണ് കോളിഫ്ലവർ ഫ്രൈ ആണ്, പിന്നെ ഇതാ നട്ട്സ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും 1-2 ആശ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി പാത്രമൊക്കെ അടച്ച് ഇതിൽ കുറച്ച് സോസ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇങ്ങനെ കോളിഫ്ലവർ കഴിക്കാനായിട്ട് അറിയാമല്ലോ അത്, പക്ഷേ അങ്ങനെ കഴിക്കുമ്പോഴേക്ക് ഭയങ്കര ടേസ്റ്റുമാണ്. പിന്നെ നല്ല ആ ഒരു സോസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഫുൾഫിൽ ആവുള്ളൂ. അങ്ങനെ ഞാൻ കുറച്ച് സോസും കൂടെയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കൊണ്ടുപോകുന്ന സംഭവം റെഡിയായി. ഇന്ന് കേശുവിന് ഉച്ചവരെ മാത്രമേ ഉള്ളൂ. ഇനി ബുധനാഴ്ച തൊട്ട് 5-ാം തീയതി തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട്. അങ്ങനെ അത് റെഡിയാക്കി അതൊക്കെ ബാഗിനകത്താക്കി പാക്ക് ചെയ്ത് കേശുവിന് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ആൾ കോട്ടുവായിടണം കണ്ടില്ലേ. ഇതുവരെ ആ ഒരു ഉറക്കച്ചടവ് ഇപ്പോഴും മോനെ വിട്ട് അധികം അങ്ങ് മാറിയിട്ടില്ല. അങ്ങനെ ഇനി യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കാൻ സമയമായപ്പോഴേക്ക് അവൻ്റെ അച്ഛൻ ഹാജരായിട്ടുണ്ട്. ചേട്ടന് ഇതൊക്കെ ഭയങ്കര ത്രില്ലാണ്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇങ്ങനത്തെ നിമിഷങ്ങളെല്ലാം. അപ്പോൾ അത് നമ്മുടെ മുന്നിൽ ഇങ്ങനെ സത്യമായിട്ട് നിൽക്കുമ്പോഴേക്കും നമുക്കത് ആസ്വദിക്കാണ്ട് പോകാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ വലിയ ആശ്വാസമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ മോൻ്റെ കാര്യങ്ങളെല്ലാം ഉണർത്തണതും കുളിപ്പിക്കണത് ഞാൻ കുളിപ്പിക്കും. ചേട്ടന് കുളിപ്പിക്കാനായിട്ടുള്ള അത്രയ്ക്ക് അറിയില്ല. അപ്പോൾ പല്ല് തേപ്പിക്കണതായിരുന്നാലും എല്ലാം പുള്ളിക്കാരൻ തന്നെ ചെയ്തോളും. അതുകൊണ്ട് ബാക്കി കാര്യങ്ങളിലോട്ടൊന്നും എനിക്ക് കൈ കടത്തേണ്ട കാര്യമില്ല. യൂണിഫോം ഇട്ട് കൊടുക്കണതും എല്ലാം. അപ്പോൾ മോനിതാ റെഡിയാക്കുന്ന സമയത്തേക്ക് ഞാൻ എൻ്റെ ജോലിയെല്ലാം തീർത്തിട്ട് വരുമ്പോഴേക്കും മോനെ ചേട്ടൻ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതിനിടയ്ക്ക് ഞാൻ വന്ന് യൂണിഫോമൊക്കെ അയൺ ചെയ്ത് വെക്കും. തലേ ദിവസം തന്നെ വേണമെങ്കിൽ അയൺ ചെയ്ത് വയ്ക്കാം. പക്ഷേ എനിക്കെന്തോ ആ ഒരു തലേ ദിവസം അയൺ ചെയ്ത് വെച്ചാലും കുറച്ചൊക്കെ ഒന്ന് ഉടഞ്ഞൊക്കെ പോകും പോലെ തോന്നും. അതിൻ്റെക്കാലം നമ്മൾ അപ്പോഴേ ചെയ്യാം എന്ന് വിചാരിക്കും. അങ്ങനെ അതാ കേശു ഇവിടെ സോക്സും ഷൂസും ഒക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കും ഭയങ്കര ഇഷ്ടം. ഇതൊക്കെ ഇട്ട് പോകുമ്പോൾ എന്തോ ഭയങ്കര സംഭവമായെന്നാണ് കേശുവിൻ്റെ വിചാരം. അങ്ങനെ ആളിതാ പോകാനായിട്ട് എല്ലാം റെഡിയായി നിൽക്കുകയാണ്. ഈ ബാഗ് പാക്ക് ചെയ്ത് അവിടെ വെക്കണ സമയം തൊട്ട് തോളി തൂക്കണതാണ്. ഒരു തരത്തിൽ എൻ്റെ കയ്യിൽ തരൂല. മോനെ ഞാൻ വെച്ചേക്കാന്ന് പറഞ്ഞാലും വേണ്ട, അവനിങ്ങനെ തോളി തൂക്കിക്കൊണ്ട് പോകണം. അതാണ് അവൻ്റെ ഇഷ്ടം. ഇപ്പോൾ അതിനകത്ത് വേറെ ഒന്നുമില്ല, സ്നാക്സും വെള്ളവും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ആൾ പോവാനായിട്ട് ഇറങ്ങി.
അങ്ങനെ ഞങ്ങൾ ഇന്ന് സ്കൂളിൽ നേരത്തെയാണ് എത്തിയത്. സാധാരണ ക്ലാസ് 8:30 തൊട്ടാണ്, പക്ഷേ ഇന്ന് 9 മണി തൊട്ടാണെന്നുള്ളതിൻ്റെ ഒരു അറിയിപ്പ് സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഞങ്ങളത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുന്നെയാണ് എത്തിയത്. അപ്പോൾ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാമായിരുന്നു. അങ്ങനെ ടീച്ചർ വന്ന് കേശുവിനെ അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോയി. പിന്നെ ഇതാ 11 മണിയായി. പിന്നെ ഞങ്ങൾ നേരെ കടയിലേക്ക് പോയിട്ടാണ് കേശുവിനെ വിളിക്കാനായിട്ട് വന്നത്. അപ്പോഴേക്ക് കേശുവിൻ്റെ ക്ലാസ് കഴിഞ്ഞ് പിള്ളേരെല്ലാം ടീച്ചർമാരെ ഇങ്ങനെ പേര് വിളിച്ച് ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. കേശുക്കുട്ട ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് മലക്കറിയൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ അങ്ങനെ അധികം വെജിറ്റബിൾസ് പുറത്തുനിന്ന് വാങ്ങാറേ ഇല്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും വാങ്ങി തുടങ്ങി. ഇനിയിപ്പോൾ മോന് കൊണ്ടുപോകണം എല്ലാം കൂടെ ആയപ്പോഴേക്ക് ആകപ്പാട് ഒരു തലപ്രാന്തായി. അങ്ങനെ വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഇനി അതിനെയെല്ലാം അടുക്കി പറക്കിയൊക്കെ വെക്കണം. ഞാൻ എപ്പോഴും പറയും പോലെ ഇതൊക്കെ അമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനും കൂടെയൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് ഈ സംഭവങ്ങളെല്ലാം. ഇതിപ്പോൾ നമുക്ക് വെജിറ്റബിൾ കിറ്റ് കിട്ടുന്നതാണ്. 99 രൂപയാണ് ഈ ഒരു കിറ്റിൻ്റെ റേറ്റ്. പക്ഷേ നല്ല മലക്കറിയാണ് കിട്ടണത്. ഈ മലക്കറി എന്ന് വെച്ചാൽ പച്ചക്കറി എന്നാണ് അർത്ഥം. നമ്മുടെ തിരുവനന്തപുരം ഭാഷയാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എത്രയൊക്കെ സ്റ്റാൻഡേർഡ് ആവാൻ നോക്കിയാലും നമ്മുടെ ഭാഷ നമുക്ക് അറിയാണ്ട് കയറി വരുമല്ലോ. നമ്മുടെ ഭാഷ നമുക്ക് പെറ്റമ്മയെ പോലെ എന്നല്ലേ പറയണത്. അതുപോലെ തന്നെയാണ് നമ്മളിനി എത്രയൊക്കെ വലിയ ആൾ കളിക്കാൻ നോക്കിയാലും നമ്മുടെ ആ ഒരു ഭാഷ നമ്മുടെ നാവൻ തുമ്പത്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ പറയണത്. അപ്പോൾ പച്ചക്കറികളെല്ലാം നല്ല ലാഭത്തിനാണ് ഇവിടെ നിന്ന് കിട്ടാറ്. ഒരു തോരത്തിനായിട്ട് ക്യാബേജുണ്ട്, പിന്നെ ക്യാരറ്റുണ്ട്, എല്ലാ സംഭവങ്ങളും, മല്ലിയിലയുണ്ട്, കറിവേപ്പിലയുണ്ട്, പിന്നെ മുരിങ്ങയ്ക്കായുണ്ട്, പിന്നെ ഇതാ കണ്ടില്ലേ ചില സമയത്ത് നമുക്ക് ഏത്തക്കായ കിട്ടും. ഇന്ന് ഏത്തക്കായൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇതെല്ലാം ഇനി അടുക്കി പറക്കി വയ്ക്കണം. പിന്നെ ഇനി നമ്മൾ ഈ മലക്കറി വയ്ക്കുന്ന ആ ഒരു ട്രേ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കഴുകിയൊക്കെ എടുക്കണം. നമ്മളിങ്ങനെ മലക്കറിയിൽ എങ്ങനെയൊക്കെ വയ്ക്കുമ്പോഴായാലും മണ്ണും കാര്യങ്ങളൊക്കെ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കുറച്ച് വൃത്തികേടായിട്ടൊക്കെ ഇരിക്കുകയാണ്. അതിനെ ഒന്ന് തേച്ച് കഴുകി തുടച്ചിട്ട് മാത്രമേ ഇനി ഇതിലോട്ട് വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ സംഭവങ്ങളെല്ലാം മാറ്റി ഇവിടെ അമ്മ ഇങ്ങനെയാണ് ചെയ്യണത്. നമ്മളെ മുന്നിലുള്ളവർ എന്താണോ കാണിച്ചു തരുന്നത് അതുപോലെയല്ലേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പം ഞാനും ഇങ്ങനെ കൂറിട്ടൊക്കെ വയ്ക്കും പോലെ അങ്ങനെ കൂറിട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ വെണ്ടയ്ക്ക പെട്ടെന്ന് മുറ്റിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി എൻ്റെ തലയും വാലുമൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനും അതുപോലെ തലയും വാലുമൊക്കെ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്, പിന്നെ വിചാരിച്ച് വേണ്ട, നാളെ ഇനിയിപ്പോൾ എടുക്കണം, നാളെ എടുത്ത് വെച്ചൊരു കറി ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വെണ്ടയ്ക്കൊക്കെ അത് കുറേ ഉണ്ട്. ചില സമയത്ത് വെണ്ടയ്ക്ക കിട്ടുമ്പോഴേക്കും അത് മുറ്റിപ്പോയതായിരിക്കും. ഇത് നല്ല സൂപ്പർ വെണ്ടയ്ക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കറി നാളെ അത് വെച്ചിട്ട് മസാലക്കറി ഉണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ചത്. പിന്നെ വെള്ളരിക്കയുണ്ട്, അങ്ങനെ ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഞാനല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് തൊട്ടടുത്ത് കിട്ടുന്ന സംഭവങ്ങളോട് മാത്രമേ കറി വയ്ക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ പറയും പോലെ ചേമ്പില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ചേമ്പും തടയോ സംഭവങ്ങളോ ഒന്നും കിട്ടാനില്ല. എല്ലാം കഴിഞ്ഞ് ഇനി ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയില്ല. ഈ മഴയൊക്കെ കഴിഞ്ഞ് അടുത്ത് വരുമ്പോഴേക്ക് അതൊക്കെ എല്ലാം നല്ല തഴച്ച് പൊന്തി വന്നോളും. അപ്പോൾ മലക്കറിയൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ട് ഇനി ഈ ഒരു സംഭവം കഴുകണം. അത് നമുക്ക് അകത്തിട്ട് കഴുകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെ എടുത്ത് പുറത്ത് വന്നതാണ്. അതിനെ ഒന്ന് തേച്ച് കഴുകി വെള്ളത്തോടെ വയ്ക്കാനും പറ്റൂല. അതിനെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം മാത്രമേ ഇനി ഫ്രിഡ്ജിലോട്ട് വയ്ക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ എനിക്കാണെങ്കിൽ ഇത് കുഴപ്പമില്ല, ഇത് നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റില്ല. അതിൻ്റെ സൈഡിലുള്ള ഈ ട്രേകളൊക്കെ ഉണ്ടല്ലോ, അതിനെ എടുത്ത് കഴിഞ്ഞാൽ അത് ഞാനും തമ്മിലൊരു ഗുസ്തി പിടുത്തമായിരിക്കും. പിന്നെ അതെനിക്ക് ആ സൈഡിൽ നമ്മൾ ഡോറിൻ്റെ സ്ഥാനത്തിരിക്കുന്ന സംഭവങ്ങളില്ലേ, അത് തിരിച്ച് വയ്ക്കുന്ന കാര്യമാണ് എനിക്ക് എന്നും ബുദ്ധിമുട്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ് അതൊന്ന് ഇളക്കി കഴുകാനായിട്ട്. ചില സമയങ്ങളിൽ ഇളക്കിയാൽ അവസാനം ഞാൻ വിചാരിക്കും, അത് വെക്കാൻ നേരത്തെ ഞാൻ വിചാരിക്കും ആ ഡോറും കൂടെ ഇപ്പോൾ ഇളകി എൻ്റെ കയ്യിൽ വരുമെന്ന്. അത്രയ്ക്ക് മൽപ്പിടുത്തം ഞാൻ അതുമായിട്ട് പിടിക്കും. അതിനെന്തെങ്കിലും ഈസി ആയിട്ട് വെക്കാനായിട്ട് എന്തെങ്കിലും ടിപ്പുണ്ടോ എന്ന് ഞാൻ എപ്പോഴും യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കുക. പക്ഷേ എനിക്ക് ഇതുവരെ അതിനൊരു ടിപ്പൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ചേട്ടനുണ്ടെങ്കിൽ ചേട്ടൻ പെട്ടെന്നൊക്കെ വെച്ച് തരും. അപ്പോൾ അത് മാത്രം ഞാൻ അധികം ഇളക്കിയെടുക്കാൻ നോക്കൂല, അല്ലാണ്ട് അവിടെ വെച്ച് തന്നെ കഴുകിയെടുക്കാറാണ് പതിവ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് പോയാൽ കുറച്ച് സമയം ഇവിടെ വെച്ചിരുന്നാൽ മതി. ഒന്ന് കമിഴ്ത്തി വെച്ചിരുന്നാൽ അതൊന്നും ചെറിയ വെയിലുമുണ്ട്, അപ്പോൾ അതൊന്നും ഉണങ്ങിക്കിട്ടും. പക്ഷേ കേശുവിനെ പേടിച്ച് ഇവിടെ വെച്ചിട്ട് പോകാനേ പറ്റില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ കാര്യം അങ്ങ് മറന്നേക്കുന്നതാണ് നല്ലത്. അവനെടുത്ത് അതിന് തറയിൽ ഒറ്റ അടിയായിരിക്കും. അതുകൊണ്ട് എന്തിനാണ് നമ്മൾ ആ റിസ്ക് എടുക്കുന്നത്? ആ കാട്ടിൽ പോയെന്നും വേണ്ട, ആ പാമ്പ് കടിച്ചെന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ അതിനെ കഴുകിയിട്ട് നേരെ അടുക്കളയിൽ കൊണ്ടുപോയി അങ്ങ് തുണി വെച്ചിട്ട്
തുടച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതുപോലുള്ള വികൃതിക്കുട്ടന്മാരുള്ള എല്ലാ വീടുകളിലും അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഇപ്പം പിന്നെ പെൺകുട്ടികളെന്നോ ആൺകുട്ടികളെന്നോ ഒന്നുമില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഈശ്വര പെൺപിള്ളേരെക്കാളും വലുത്തതാണ് ആൺപിള്ളേരെന്ന്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ആൺപിള്ളേരെ മറിച്ച് വയ്ക്കും പെൺപിള്ളേരെന്ന്. ഇപ്പോഴുള്ള കുട്ടികളെല്ലാം ഇങ്ങനെ തന്നെയാണല്ലോ. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ചില പിള്ളേരെ പറയൂലേ, അയ്യോ പാവം കൊച്ചാണ് കേട്ടോ, അവനെ കൊണ്ട് ഒരു ശല്യവും ഇല്ല എന്ന് പറയുന്ന പിള്ളേരെ എനിക്ക് അങ്ങനെയുള്ള കൊച്ചിനെ വേണ്ടാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനെ പിന്നെ പറയേ വേണ്ട. ഞാൻ എപ്പോഴും പറയും ചേട്ടാ പിള്ളേരാണെങ്കിൽ കുറച്ച് കുരുത്തക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ രസമുള്ളൂ എന്ന്. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ അമ്മ പറയണത് എന്തെന്ന് വെച്ചാൽ നമ്മളൊരു കുഞ്ഞു കൃഷ്ണനെ വെച്ചാണ് നമ്മളവിടെ പൂജിക്കുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ മുന്നേയൊക്കെ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഇവിടുത്തെ ചേട്ടൻ്റെ അച്ഛനാണ് ആ ഒരു കുഞ്ഞി കണ്ണനെ നമുക്ക് ഉണ്ടാക്കി തന്നത്. അപ്പോൾ അമ്മ പറയും ഈ ഒരു കുഞ്ഞു കൃഷ്ണൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് കേശു ഇത്രയും വികൃതി കാണിക്കണതെന്ന്. എന്ത് കുന്തം ആയാലും കേശുവിൻ്റെ കുരുത്തക്കേടിനൊന്നും ഒരു കുറവുമില്ല. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ട് ഇനി അങ്ങോട്ട് സ്കൂളിലൊക്കെ പോയി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ആൾ പെട്ടെന്ന് ഒതുങ്ങി പോകുമെന്ന്. എനിക്ക് അത് ചിന്തിക്കാനേ വയ്യ, കേശു ഇങ്ങനെ ഒതുങ്ങിയിരിക്കണ കാര്യം. ഇനി എത്ര വയ്യാതെ കിടന്നാലും കേശുവിന് കുരുത്തക്കേടിന് മാത്രം അവർ ഇതുവരെ കുറവ് വന്നിട്ടില്ല. ദൈവം സഹായിച്ച അങ്ങനെ ഒരവസ്ഥ, അങ്ങനെ ഒരുപാട് പനിയായിട്ട് കിടന്നാലും മോന് ഒരുപാട് പനി പിടിച്ച് കിടന്ന അവസ്ഥ മോൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയും അങ്ങനെ എന്നെ കൊണ്ടുപോകണമെന്നാണ് പ്രാർത്ഥന. അങ്ങനെ മലക്കറി അല്ല പച്ചക്കറിയെല്ലാം എന്താ അടുക്കി വെച്ച് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ല ഈ സൈഡിലിരിക്കണതാ ഈ ട്രേകളില്ലേ, ഒരു 3 എണ്ണം ഉണ്ട്. ഇതിനെ ഞാൻ തൊടാറ് പോലും ഇല്ല. എനിക്ക് ഇളക്കി എടുത്താൽ ഈ രണ്ടും ഈ നടുക്കിരിക്കുന്ന മുട്ട വയ്ക്കണത് ഇളക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് രണ്ടും പിന്നെ ഇളക്കിയെടുക്കാൻ നല്ല ഈസിയാണ്. തിരിച്ച് ചവിട്ടി കയറ്റിയാൽ പോലും അതിരിക്കില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ തൂക്കാനായിട്ട് വെളിയിലിറങ്ങി. ഈ സമയമാണ് കേശുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം. ഞാനിങ്ങനെ തുറപ്പയായിട്ട് പുറത്തിറങ്ങിയാലും മോന് പിന്നെ ഭയങ്കര ഒരു ഉത്സവത്തിൻ്റെ ഒരു പ്രതീതിയാണ് അവന്. ആ സമയം അവൻ പുറത്ത് ചാടും. ആ സമയത്താണ് ഇങ്ങനെ റോഡിൽ കുറേ സമയം കളിക്കാനായിട്ട് ഞാൻ വിടണത്. ഞാനിങ്ങനെ അകമൊക്കെ അടിച്ച് മാറുമ്പോഴേ കേശു ഇങ്ങനെ നോക്കി നിൽക്കും. അമ്മേ പുറത്തിറങ്ങണില്ലേ, പുറം തൂക്കണില്ലേ എന്നാണ് കേശു ചോദിക്കണത്. അപ്പോൾ ആളവിടെ ഉണ്ട്, ഓടിച്ചാടി തുള്ളിച്ചാടിയൊക്കെ നടക്കുകയാണ്. പിന്നെ ഞാൻ ഈ ക്യാമറ അവിടെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഫോൺ വെച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ പിന്നാമ്പുറത്താണ് ആളിപ്പോൾ. അതിൽ അവൻ വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞ് നടക്കുകയായിരുന്നു. കണ്ടില്ലേ ഓടി വരണത്. അമ്മയുടെ സാരി അമ്മ കഞ്ഞിവെള്ളമൊക്കെ മുക്കിയിട്ട് ഇതാ ഇവിടെ വെളിയിൽ കൊണ്ട് വിരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ഞാൻ എന്താ അവിടെ വെച്ച് തന്നെ ഇതുപോലെ അമ്മയാണ് സാധാരണ എടുത്തുകൊണ്ടൊക്കെ പോവാറ്. ഇന്നിപ്പോൾ അമ്മ അവിടെ ഞാൻ പുറത്ത് നിൽക്കുന്നതുകൊണ്ട് അമ്മ വിളിച്ച് പറഞ്ഞ് അതും കൂടെ ഇങ്ങ് എടുത്തുകൊണ്ട് വരണേന്ന്. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഞാൻ ഇതേപോലെ മടക്കി അങ്ങ് എടുക്കുകയാണ്. അമ്മ ഇതുപോലെ ഇങ്ങനെ ഓയിൽ സാരി ഉടുക്കുന്നത് കൊണ്ട് അത് ഇങ്ങനെ കഞ്ഞി മുക്കിയില്ലെങ്കിൽ വലുവലായിരിക്കില്ല, അതുപോലെ കുഴഞ്ഞങ്ങ് പോവും. അപ്പോൾ മിക്കവാറും അമ്മ ഇതുപോലെ കഞ്ഞി മുക്കിയൊക്കെയാണ് സാരി വിരിക്കാറ്. പിന്നെ ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് 3-4 ദിവസം കൊണ്ട് നല്ല അന്തരീക്ഷമാണ്. നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെയാണ്, മഴയുണ്ടോ അല്ലെ ഇതുപോലെയാണോ? ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല മഴയുള്ളതാണ് നല്ലതെന്ന്. നല്ല മഴയുള്ള ദിവസം എന്തൊക്കെ നമുക്ക് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ട് അങ്ങനെ ഇങ്ങനെ ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞാലും നല്ലൊരു വൈബായിരുന്നു ആ സമയത്തെല്ലാം. പിന്നെ വീണ്ടും നമ്മുടെ അപ്പൂപ്പൻ താടി വന്നിട്ടുണ്ട്. ഈ വരുമ്പോൾ തൊട്ട് ഞാനും കേശു നോക്കും അത് എപ്പോഴാണ് പൊട്ടണതെന്ന്. ഇന്ന് നോക്കിയപ്പോഴേക്കും കുറച്ച് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കി നമ്മളായിട്ട് തന്നെ ഇങ്ങനെ അടിച്ചെടുത്തു ഒക്കെ അവിടെ മൊത്തം ആ സംഭവം പറത്തിവിടും. പിന്നെ ചില സമയം നോക്കിയാൽ നല്ല രസമാണ് കേട്ടോ. ആ റോഡ് ഫുള്ള് ഇതിങ്ങനെ വീണ് കിടക്കും. കുറേ പേർക്കൊന്നും അറിയില്ല. അവരൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കും ഇത് എവിടെയാണ്, ഇത്രയും അപ്പൂപ്പൻ താടി കിടക്കുന്നത്, എവിടെ നിൽക്കണം ഈ മരമൊന്നും. ഈ അപ്പൂപ്പൻ താടി കുറേ സംഭവത്തിൽ നിന്ന് വരാറുണ്ടല്ലോ. അപ്പോൾ ഈ എരിക്കുന്ന വരണത് അധികം ആർക്കും അറിയില്ല. അപ്പോൾ കേശുത അതിൻ്റെ ബാക്കിൽ നിന്ന് ഓടും. അപ്പം നമ്മളിങ്ങനെ നിഷ്കളങ്കമായ ബാല്യം എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ എനിക്ക് തോന്നും കേട്ടോ. മോനൊക്കെ ഇങ്ങനെ കിടന്ന് ഓടുമ്പോഴേക്കും ഒരു പൂമ്പാറ്റയെ കണ്ടാലും അതുപോലെ തന്നെ ഈ ഒരു അപ്പൂപ്പൻ താടി കണ്ടാലും അതിൻ്റെ ബാക്കിൽ നിന്ന് ഓടയാണ്. അപ്പോൾ ഈ ഒരു അവസരങ്ങളും ഈ ഒരു നിമിഷമൊക്കെ മോൻ ഇപ്പം മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ട് പോകും തോറും വലുതാവും തോറും ആണല്ലോ ഈ സ്വഭാവത്തിലൊക്കെ മാറ്റം വരണത്. അപ്പോൾ അവൻ്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പം നന്നായിട്ട് ഞാനും ആസ്വദിക്കുകയാണ്. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ മോൻ്റെക്കാളും എക്സൈറ്റ്മെൻറ്റാണ് എനിക്ക്. നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്തും ഇതാണെന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നതിനനുസരിച്ചല്ലേ പിള്ളേർക്ക് അതിലോട്ടൊരു ഇഷ്ടം വരുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ കേശുവിന് കാണിച്ചു കൊടുക്കുകയും അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് മോൻ ഇങ്ങനെയുള്ളവരുടെ അടുത്തൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ റോഡ് മുഴുവൻ അതിപ്പോൾ വീണിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇത് ദേഹത്തൊക്കെ ഒട്ടിപ്പിടിച്ചാൽ പെട്ടെന്ന് പോകില്ല. ചിലപ്പോൾ നമ്മളിങ്ങനെ
എന്തെങ്കിലും ആയാലും ഇങ്ങനെ വായിലൊക്കെ വരും, പിന്നെ അത് പോവാറേ ഇല്ല. അങ്ങനെ ഇതാ ഇന്ന് ഞാൻ മലക്കറി വാങ്ങിച്ച മാങ്ങയാണ്. മുന്നേ കണ്ടില്ല എന്തുമാത്രം മാങ്ങ വന്ന് അടത്തതാണ്. ഇപ്പം ആലോചിക്കുമ്പോഴേക്കും അവിടുത്തെ മാങ്ങയൊന്നും ഇപ്പം കിട്ടൂല, എല്ലാം മണ്ടയ്ക്കായിട്ടുണ്ട്. അതിനെ എറിഞ്ഞിടാനൊന്നും പറ്റൂല. അങ്ങനെ ഇതിപ്പോൾ അവിടെ ഹൈപ്പറിൽ കയറിയപ്പോഴേക്കും അവിടെ ഓഫറിൽ കിലോ 30 രൂപയ്ക്ക് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അമ്മ പറയുന്നുണ്ട് വെള്ളരി മാങ്ങയെന്ന്. എനിക്ക് ആകെപ്പാടെ മാങ്ങ ഐറ്റത്തിൽ അറിയാമെന്നുള്ളത് കപ്പ മാങ്ങ അറിയാം, പിന്നെ കോട്ടംകുളം മാങ്ങ അറിയാം, പിന്നെ അറിയാമെന്നുള്ളത് നമ്മുടെ ചുണ്ടൻ മാങ്ങയില്ല, അത് കാണുമ്പോൾ പിന്നെ അറിയാൻ പറ്റുമല്ലോ, അത്ര മാത്രമേ എനിക്കറിയാവൂ. വേറെ മാങ്ങകളെ പേരോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. മാങ്ങ അച്ചാറിടാനായിട്ട് ഇതാ ഇനി കട്ട് ചെയ്തൊക്കെ വയ്ക്കണം. ഇതിപ്പോൾ സാധാ അച്ചാറാണ്, നോർമലായിട്ട് അച്ചാറിടണതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എന്തെന്ന് വെച്ചാൽ മാങ്ങ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കും. അപ്പോഴേക്ക് അരിഞ്ഞു വെച്ചപ്പോഴേക്ക് ചായ കുടിക്കാനുള്ള സമയമൊക്കെ ആയി. അങ്ങനെ പിന്നെ ചായ കുടിച്ചിട്ട് ബാക്കി അതിൻ്റെ ബാക്കിൽ നിന്ന് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ മിക്കവാറും കിച്ചു പഠിപ്പിക്കാൻ വരുമ്പോഴാണ് ഞങ്ങൾ ചായ ഇടാറ്. അപ്പോഴവനും കൊടുത്ത് ഞങ്ങൾക്കും കുടിക്കാമല്ലോ. അങ്ങനെ ഇപ്പോൾ കേശുവിനെ പഠിപ്പിക്കാനായിട്ട് കിച്ചു എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ചായയുടെ ബാക്കിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ അത് കേശുവിൻ്റെ യൂണിഫോമും കാര്യങ്ങളെല്ലാം ഇവിടെ കഴുകിയിട്ടിരിക്കുകയായിരുന്നു. ഇനി അതിനെ ഒന്ന് എടുക്കണം. എടുത്തപ്പോഴേക്ക് അധികം ഉണങ്ങാത്തതുപോലെ തോന്നി. പിന്നെ എനിക്കൊരു കൺഫ്യൂഷൻ, ഇവിടെ തന്നെ ഇട്ടേക്കണോ അതോ അകത്തുകൊണ്ടിടണോ, അല്ലേ രാത്രി മാത്രം എടുത്തിട്ടാൽ മതിയോ, അങ്ങനെയാണ് ഞാൻ അവിടെ തത്തിക്കളിച്ച് നിന്നത്. യൂണിഫോം ഷർട്ടൊക്കെ ഉണങ്ങി. പിന്നെ ഉണങ്ങി കിട്ടാനായിട്ട് ഇതൊക്കെയാണല്ലോ പാട്, സോക്സും ഷോർട്സും ഒക്കെയാണ് ഉണങ്ങി കിട്ടാനായിട്ടൊക്കെ പാട്. അപ്പോൾ അതൊക്കെ എടുത്ത് തന്നെ അവിടെ തന്നെ ഇട്ട് രാത്രി എടുത്ത് അകത്തിടാമെന്ന് വിചാരിച്ച് ഇനി മാങ്ങയിൽ ഉപ്പും കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി അങ്ങ് വെച്ചിരിക്കും. നാളെ ആകുമ്പോഴേക്ക് ഇതിലെ വെള്ളം മൊത്തം ഇനി ഊർന്ന് ഇറങ്ങുമല്ലോ, ആ സമയം എടുത്ത് അച്ചാറിടുമ്പോഴേക്ക് ആ വെള്ളത്തിൽ തന്നെ നമുക്ക് അച്ചാറിടാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടിയൊക്കെ ഇട്ട് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വെച്ച്, ഉപ്പും മഞ്ഞപ്പൊടിയും അല്ല, ഉപ്പും കായപ്പൊടിയൊക്കെ ഇട്ട് വെച്ച് കുറച്ച് കഴിയുമ്പോൾ തൊട്ട് ഞാനും കേശു അതിൽ നിന്ന് കഴിക്കാനായിട്ട് തുടങ്ങും. ചേട്ടനും ഇങ്ങനെ ഇരിക്കുമ്പോൾ തിന്നാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണല്ലോ അങ്ങനെ വെച്ചിരിക്കുമ്പോഴേക്ക്. ഇനി എനിക്കും കേശുവിനും ഇവിടെ കുറച്ച് ജോലിയുണ്ട്. ഇത് കേശു കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ അവൻ്റെ ഡ്രസ്സുകൾ മാത്രം വെക്കാനായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തിയതായിരുന്നു ഈ ഒരു ഓർഗനൈസർ. ഇപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ ചേട്ടന് മോന് വേണ്ടി ഒരു അലമാര നമുക്ക് എന്തായാലും മുകളിലത്തേക്ക് വാങ്ങണം. അപ്പോൾ കേശുവിൻ്റെ സാധനങ്ങളെല്ലാം അങ്ങോട്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കെന്തോ അത്രയ്ക്ക് അതങ്ങോട്ട് ഇത് തോന്നിയില്ല. അവിടെ എന്തായാലും മോൻ്റെ സാധനങ്ങൾ മാത്രമായിരിക്കില്ല, നമ്മളെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അതിൽ വരും. അപ്പോൾ മോൻ്റെ ബാഗ് അങ്ങനെയുള്ള സംഭവങ്ങൾ, സോക്സ്, ഷൂസ്, യൂണിഫോം, അതെല്ലാം ഒരു സ്ഥലത്ത് തന്നെ ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ പിന്നെ അങ്ങോട്ട് അത് എടുക്കാനായിട്ട് ഈസി ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മോൻ്റെ ഈ അലമാരയിൽ നിന്ന് എൻ്റെ കേശു കൊണ്ട് സഹായിക്കാനായിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യുമ്പോൾ അവനും കൂടെ ഓരോ ജോലി കൊടുക്കണം. അങ്ങനെ ഞാനത് ഇളക്കി കൊടുത്തിട്ട് പൊടി തുടയ്ക്കാൻ പറഞ്ഞപ്പോൾ അവിടെ കുത്തിയിരുന്ന് തുടയ്ക്കുകയാണ്. എന്നിട്ട് കണ്ടില്ലേ, ഇതാ ഫോൺ അവിടെ ക്യാമറ ഓണാക്കി വയ്ക്കുമ്പോഴേക്കും അവിടെ വന്ന് കിട്ടുന്ന ഓരോ കോപ്രായങ്ങൾ കാണിക്കലാണ് അവൻ്റെ ജോലി. അപ്പം ഞാൻ ഇതിലിരുന്ന് അവൻ്റെ ഡ്രസ്സുകളെല്ലാം മാറ്റിയിട്ട് അലമാരക്കകത്താക്കി. അപ്പോൾ മോൻ്റെ ഡ്രസ്സെല്ലാം ഇതിലാണ് വെച്ചിരുന്നത്. അതിനുശേഷം ആ അറ എല്ലാം ഒഴിച്ചെടുത്തിട്ട് ഇനി അതിൻ്റെ ഒരു ഇതിൽ മോൻ്റെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും എല്ലാം അതിലാക്കി. പിന്നെ ഇതുപോലെ ടവലും കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അതും യൂണിഫോം, സോക്സ്, ബെൽറ്റ് അതെല്ലാം കൂടെ ഒന്നിലാക്കി. പിന്നെ മോൻ്റെ ട്യൂഷൻ ബുക്കുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ സ്കൂളിലെ ബുക്കെല്ലാം അവർ വാങ്ങി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇനി യൂണിഫോമും എല്ലാം കൂടെ അതിലാക്കി വെക്കുകയാണ്. പിന്നെ ഇനി ട്യൂഷൻ ബുക്കുകളും അങ്ങനെ ഇനി സ്കൂളിൽ നിന്ന് ബുക്സൊക്കെ കൊണ്ടുവന്നാൽ അത് വെക്കാനും കൂടെ ഒരു അറ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് അങ്ങനെയാക്കി. പിന്നെ മോൻ്റെ ഷൂസ് വയ്ക്കാൻ വേണ്ടി ഒരറയാക്കി. പക്ഷേ ഷൂസ് ഞാനിങ്ങനെ ഡയറക്റ്റായിട്ടല്ല വെക്കണത്, ഒരു കവറിൽ കെട്ടിയാണ് വെക്കണത്. നമ്മളല്ലാണ്ട് എങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെച്ചാലും അതിൽ പൊടിയാവുമല്ലോ. പൊടി ആയിക്കഴിഞ്ഞാൽ ഈ പോളിഷിൻ്റെ പുറത്തൂടെ പൊടിയൊക്കെ ആകുമ്പോഴേക്കും അത് ഇളകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിനതാണ്ടല്ലോ ഈ ബോക്സ് ഈ ഷൂസ് എല്ലാം ഇതുപോലെ ഒരു കവറിലാക്കിയിട്ടാണ് മടക്കി വെക്കുന്നത്. അതാകുമ്പോഴേക്ക് പൊടിയൊന്നും ആവാണ്ട് നല്ല സൂപ്പറായിട്ട് തന്നെ അങ്ങ് ഇരുന്നോളും. അപ്പോൾ കേശു ഉണ്ടല്ലേ, കേശു ടവലൊക്കെ മടക്കി കേശു വെക്കുകയാണ്. നമ്മൾ എന്ത് ജോലി ചെയ്താലും അവരെ കൂടെ കൂട്ടിയുണ്ടല്ലോ, ഭയങ്കര രസമാണ്. ഭയങ്കര രസം മാത്രമല്ല, എൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കണം, എൻ്റെ കയ്യും കണക്കും കാണുമല്ലോ ആ സമയത്ത്. അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം ചെയ്യുകയും ചെയ്യും. പിന്നെ ഈ കുരുത്തക്കേടെന്നുള്ളത് മാറില്ലല്ലോ, അതിൻ്റെ ഇടയിൽ കുരുത്തക്കേട് കാണിക്കും. അപ്പോഴും ഞാൻ അടിക്കാൻ മടിച്ചിട്ട് ഞാൻ അവിടെ എൻ്റെ തൊണ്ടയിട്ട് വലിച്ചു കീറിയാണ് അവൻ്റെ അടുത്ത് അവനെ ഒന്ന് അടക്കി നിർത്തണത് അവിടെ.
അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കുമ്പോഴേക്ക് ഒരു 2-3 സെക്കൻഡ് അടങ്ങിയിരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങും അവൻ്റെ കുരുകുരുപ്പ്. അവസാനം ആകുമ്പോഴേക്കും ഇവിടുന്ന് പിണങ്ങിപ്പോവും. എൻ്റെ അടുത്ത് പിണങ്ങി വെളിയിൽ ഒന്നുകിൽ വെളിയിൽ അവിടെ പോയി സിറ്റൗട്ടിൻ്റെ അവിടെ പോയി ഇരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പോയി അമ്മയുടെ മുറിക്കകത്ത് പോയിട്ട് അവിടെ കട്ടിലിൽ കിടക്കും. എന്നിട്ട് നോക്കും ഞാൻ ബാക്കിൽ നിന്ന് ചെല്ലാനുണ്ടോ. ചില ദിവസങ്ങളിൽ ഞാനിങ്ങനെ കണ്ടാലേ ഞാൻ അവിടെ നോക്കിയിട്ട് മനഃപൂർവ്വം പോകില്ല. ഞാൻ ചെല്ലണതോരെ അവിടെ കിടക്കും. അവിടെ ഞാൻ ചെല്ലുമ്പോഴേക്കും പറയും എന്നെ തൊടണ്ട, അമ്മ എന്നെ കെട്ടിപ്പിടിക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ പിണങ്ങി കിടക്കും. അതാണ് കേശുവിൻ്റെ ജോലി. അപ്പോൾ അതാ കേശുവിൻ്റെ സാധന സാമഗ്രികളെല്ലാം ഞാൻ അവിടെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാഗ് അതിനകത്ത് വെക്കാൻ പറ്റില്ല. ബാഗും ലഞ്ച് ബാഗ് മുകളിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു എന്താ പറയാനായിട്ട് ഒന്ന് അടുക്കി ഒതുക്കി അടുക്കി പറക്കി വെക്കാനായിട്ട് പറ്റി. എല്ലാ സാധനങ്ങളും നമുക്കിനി പല സ്ഥലത്ത് തപ്പണ്ടല്ലോ. എല്ലാം ഒരു സ്ഥലത്ത് തന്നെ വെക്കണതാണ് എപ്പോഴും നല്ലത്. ഇനി അവിടെ ഒന്ന് തൂത്തു വരാനൊക്കെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ ജോലികളൊക്കെ ഏകദേശം കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.